Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Coloracals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. പയ്യന്നൂർ സഹകരണ ആശുപത്രി, സൗത്ത് ബസാർ, പയ്യന്നൂർ. The Payyannur Eye Foundation, Super Speciality Eye Hospital. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ്, താഴത്തുവയൽ, പെരുമ്പ, പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ്, ഗാന്ധി പാർക്കിന് സമീപം, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. മാധ്യമ നുണപ്രചരണത്തിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ജനകീയ കൂട്ടായ്മയും പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് നവീകരിച്ച പയ്യന്നൂർ പെരുമ്പയിലെ പ്രവേശന കവാടം തുറന്നു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടെന്നാരോപിച്ച് UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധ സത്യാഗ്രഹം. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 3 പ്രതിഷേധ സമരം നടത്തുന്നു. പേരുകൾ പെരുമാറ്റങ്ങൾ എന്ന EP രാജഗോപാലന്റെ ഗ്രന്ഥം പ്രകാശനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരനായ അംബികാസുധൻ മാങ്ങാട് പ്രകാശന കർമ്മം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പൊതുമരാമത്ത് വകുപ്പ് നവീകരിച്ച പയ്യന്നൂർ പെരുമ്പയിലെ പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനമായ പയ്യന്നൂരിലേക്കുള്ള പ്രവേശന കവാടമാണ് പെരുമ്പ ജംഗ്ഷൻ. ഗതാഗത തടസ്സം നിത്യസംഭവമായി മാറിയ ഇവിടെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാമെന്ന ചർച്ച ഉയർന്നു വന്നപ്പോൾ പ്രധാന പ്രശ്നം സ്ഥലപരിമിതിയായിരുന്നു. ദേശീയപാതയോരത്തെ സ്ഥലം കൂടി വികസനത്തിന് ആവശ്യമായി വന്നപ്പോൾ പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന്റെ ഓഫീസ് കെട്ടിടം ഇതിനായി പൊളിച്ചു മാറ്റിയാണ് ഇവിടെ റോഡ് വികസനം സാധ്യമാക്കിയത്. 98 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ദേശീയപാതയിലെ പെരുമ്പ ജംഗ്ഷൻ വീതി കൂട്ടി നവീകരിച്ചത്. പെരുമ്പ പള്ളി മുതൽ പാലം വരെ ദേശീയപാതയിൽ സെൻട്രൽ സ്റ്റഡും KSRTC ജംഗ്ഷനിൽ ഹൈമാസ് ലൈറ്റും നാഷണൽ ഹൈവേയിൽ നിന്നും ചന്തയിലേക്ക് നടപ്പാതയും 3ഇടങ്ങളിൽ ഇന്റർലോക്ക് യാർഡുമടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പെരുമ്പ കേന്ദ്രീകരിച്ച് നടന്നത്. വീതി കൂട്ടി നവീകരിച്ച പെരുമ്പ ജംഗ്ഷന്റെ ഉദ്ഘാടനം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. അത് നമ്മുടെ കൊത്തായമുക്ക് മുതൽ പെരുമ്പ വരെയുള്ള ഈ ദേശീയപാത വീതി കൂട്ടി അത് വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗം അടക്കം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ മുക്ക് മുതൽ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പെരുമ്പയിലത്തെ ഈ കവല അത് ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കത്തക്ക നിലയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിലൂടെ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശവും സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ നവീകരണത്തിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സമർപ്പിച്ചപ്പോൾ ഒരു പരിശോധന നടത്തി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് അത് 2 കോടിയിൽ പരം മുറിക്കുക വരുന്നതാണ്. അത്രയും തുക ഇതിനെ അനുവദിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് ഒഴിവാക്കിയാണ്. അപ്പോൾ ഞങ്ങൾ ആ കാര്യം പരിശോധിച്ചപ്പോൾ അത്രയും വലിയ തുക ഇതിനാവശ്യമില്ല, എന്നാൽ ഇത് നമുക്ക് ഈ ഒരു ആവശ്യം നിർവഹിക്കാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് രണ്ടാമത് NHന്റെ എഞ്ചിനീയർമാരും നമ്മുടെ ഇവിടുത്തെ ഈ റോഡ്സിൻ്റെ എഞ്ചിനീയർമാരും എല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് വീണ്ടും ഒരു നിർദ്ദേശം സമർപ്പിച്ചു. ആ സമർപ്പിച്ചതിൽ 1 കോടി രൂപയിൽ കുറവാണ് വരുന്നതെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നടക്കും. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ അധ്യക്ഷത വഹിച്ചു. PWD ഉദ്യോഗസ്ഥർ, കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടെന്നാരോപിച്ച് UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സത്യാഗ്രഹം നടത്തി. AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ സത്യാഗ്രഹം AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. K ജയരാജ് അധ്യക്ഷത വഹിച്ചു. KT സഹദുള്ള, KV കൃഷ്ണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, PP ദാമോദരൻ, പ്രശാന്ത് കോറോം എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
മാധ്യമ നുണപ്രചരണത്തിനെതിരെ CPIM നമ്പ്യാത്രകോവിൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനത്തിനും ജനക്ഷേമത്തിനും നിലകൊള്ളുന്ന LDF സർക്കാരിനെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ഉയർച്ചയ്ക്കുമായി പൊരുതുന്ന CPIMനെയും തകർക്കാനുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ശ്രമങ്ങൾക്കെതിരായാണ് ജനകീയ പ്രതിരോധവും പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചത്. CPM നമ്പ്യാത്രകോവിൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി CPIM ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. V നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ദിനേശൻ P, അനിത T, MK രമേശൻ, ഫെബിൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 3 പ്രതിഷേധ സമരം നടത്തുന്നു. താലൂക്ക് ഓഫീസ് പരിസരത്ത് നടക്കുന്ന പ്രതിഷേധ സമരത്തിലും മുഴുവൻ വ്യാപാരികളും സഹകരിക്കണമെന്നും ചേംബർ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. GSTയിലെ വ്യാപാരദ്രോഹ നടപടികൾ നിർത്തിവെക്കുക, കോവിഡ് മാനദണ്ഡങ്ങളുടെ മറവിൽ വ്യാപാരികളെ തകർക്കുന്ന ഉദ്യോഗസ്ഥ നടപടികൾ അവസാനിപ്പിക്കുക, പരിധിയിൽ കൂടുതൽ പിരിച്ചെടുത്ത പ്രളയ സെസ് നിർത്തലാക്കുക, അനധികൃത വഴിയോര കച്ചവടങ്ങൾ നിരോധിക്കുക, കാലഹരണപ്പെട്ട വാറ്റിന്റെ പേരിൽ പുറപ്പെടുവിച്ചിട്ടുള്ള നോട്ടീസ് നടപടികൾ പിൻവലിക്കുക, പുതുക്കിയ വാടക കുടിയാൻ നിയമം ഉടൻ നടപ്പിലാക്കുക, ലൈസൻസിന്റെ പേരിൽ നടത്തുന്ന അന്യായമായ പിഴശിക്ഷ റദ്ദാക്കുക തുടങ്ങിയ 11 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നവംബർ 3 സംസ്ഥാന വ്യാപകമായി 10 ലക്ഷത്തിലധികം വ്യാപാരികൾ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നയങ്ങൾക്കെതിരെ നാളെ സംസ്ഥാന വ്യാപകമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തുകയാണ്. നാളെ രാവിലെ നവംബർ 3 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെ ആണ് ഈ സമരം. GSTയിലെ വ്യാപാരദ്രോഹ നടപടികൾ നിർത്തിവെക്കുക, കോവിഡ് മാനദണ്ഡങ്ങളുടെ മറവിൽ വ്യാപാരികളെ തകർക്കുന്ന ഉദ്യോഗസ്ഥ നടപടികൾ അവസാനിപ്പിക്കുക, പരിധിയിൽ കൂടുതൽ പിരിച്ചെടുത്ത പ്രളയ സെസ് നിർത്തലാക്കുക, അനധികൃത വഴിയോര കച്ചവടം നിരോധിക്കുക, കാലഹരണപ്പെട്ട വാറ്റിന്റെ പേരിൽ പുറപ്പെടുവിച്ചിട്ടുള്ള നോട്ടീസ് നടപടികൾ പിൻവലിക്കുക, പുതുക്കിയ വാടക കുടിയാൻ നിയമം ഉടൻ നടപ്പിലാക്കുക, ലൈസൻസിന്റെ പേരിൽ നടത്തുന്ന അന്യായമായ പിഴശിക്ഷ റദ്ദാക്കുക തുടങ്ങിയ 11ഓളം ആവശ്യങ്ങളടങ്ങിയ നിവേദനങ്ങൾ കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കൊടുത്തുവെങ്കിലും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ 12 മണി വരെ കട തുറന്ന് വിൽപ്പന നിർത്തി തൊഴിൽ ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധ സമരത്തിൽ എല്ലാ വ്യാപാരികളും പങ്കെടുക്കണമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ അഭ്യർത്ഥിച്ചു. പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി നവംബർ 3 രാവിലെ 10 മണിക്ക് താലൂക്ക് ഓഫീസ് പരിസരത്ത് ചേരുന്ന പ്രതിഷേധ സമരത്തിലും മുഴുവൻ വ്യാപാരികളും സഹകരിക്കണമെന്നും ചേംബർ ഭാരവാഹികൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. KSU പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് CT അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. വാളയാർ സഹോദരിമാരോടുള്ള നീതിനിഷേധം അവസാനിപ്പിക്കുക, പീഡിപ്പിക്കുന്നവരെയും കൊന്നവരെയും സംരക്ഷിക്കുന്ന നിലപാട് പിണറായി വിജയൻ സർക്കാർ അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് KSU പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കേസ് പുനരന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും രാജ്യത്ത് ദളിത് പീഡനങ്ങൾ അനുദിനം വർദ്ധിക്കുമ്പോൾ ഭരണാധികാരികൾ കണ്ണടയ്ക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് അപമാനകരമാണെന്നും KSU ജില്ലാ വൈസ് പ്രസിഡന്റ് CT അഭിജിത്ത് പറഞ്ഞു. കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KM അഭിജിത്ത് 24 മണിക്കൂർ വാളയാറിലെ അട്ടക്കുളത്ത് ഉപവാസ സമരവുമായി മുന്നോട്ട് പോകുമ്പോ പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാ KSU ഈ കോവിഡ് കാലത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്? ആ പ്രതിഷേധ സമരങ്ങളെയൊക്കെ തന്നെ അടിച്ചമർത്തിക്കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്തി 144 അടക്കമുള്ള സമര മാർഗങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള നിയമങ്ങൾ നടത്തി. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. അർഷാദ് കൗവായി, PP പ്രണവ്, ജിഷ്ണു കുറുന്തിൽ, ജോയൽ മാത്യു, ആത്മജ നാരായണൻ, ചഞ്ചൽ K, മേഘന മുരളി, ആദർശ് പറവൂർ, നവനീത് ഷാജി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രശസ്തരായ പലരുടെയും ദുരന്തം അവരുടെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നു എന്നതാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ. കൂക്കാനം റഹ്മാൻ മാസ്റ്ററുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം
എൻ്റെ സന്തോഷ സന്താപങ്ങൾ ചിലപ്പോൾ നിങ്ങളുടേതും പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂക്കാനം റഹ്മാൻ മാസ്റ്ററുടെ ഓർമ്മകളുടെ സമാഹാരം അക്ഷരങ്ങളിലേക്കും അവിടെ നിന്ന് വായനക്കാരുടെ ഹൃദയങ്ങളിലേക്കും പകർത്തുന്ന കുറിപ്പുകളാണ് എൻ്റെ സന്തോഷ സന്താപങ്ങൾ ചിലപ്പോൾ നിങ്ങളുടേതും എന്ന പുസ്തകം. കേരളപ്പിറവി ദിനമായ നവംബർ 1 നെടുവപ്പുറം സംഘശക്തി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ, ഗ്രന്ഥശാലാ സംഘം കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്റർക്ക് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ വി ശശിധരൻ അധ്യക്ഷനായി. PV ചന്ദ്രൻ മാസ്റ്റർ പുസ്തക പരിചയം നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ TV വിനോദ് കുമാർ, PV തങ്കമണി എന്നിവരും TP ജലീൽ, MV പവിത്രൻ, NV അശോകൻ, VV സന്തോഷ് കുമാർ, ധനരാജ് P എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രന്ഥകാരൻ കൂക്കാനൻ റഹ്മാൻ മാസ്റ്റർ മറുപടി പ്രസംഗവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാധ്യമ നുണപ്രചരണത്തിനെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ പിലാത്തറയിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. CPM-ന്റെ നേതൃത്വത്തിൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ നടന്ന കൂട്ടായ്മയിൽ നിരവധി പേർ അണിനിരന്നു. വ്യാജവാർത്തകളിലൂടെ LDF സർക്കാരിനെ അവഹേളിച്ച് UDF-ന്റെയും BJP-യുടെയും കൂട്ടാളികളായ മാധ്യമങ്ങളുടെ അജണ്ട തുറന്നു കാണിക്കുന്നതിനായാണ് ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത്. പിലാത്രയിൽ സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. MV രാജീവൻ അധ്യക്ഷത വഹിച്ചു. AV രവീന്ദ്രൻ, K കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര കൈരളി ക്ലബിനു സമീപത്തെ സുനിൽ കൂടേച്ചിരെ അർബുദരോഗം ബാധിച്ച് ചികിത്സയിലാണ്. ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാകാതെ ബുദ്ധിമുട്ടുന്ന നിർധന കുടുംബാംഗമായ സുനിലിനെ സഹായിക്കുന്നതിനായി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര കൈരളി ക്ലബിന് സമീപത്തെ കൂടച്ചീരെ ലീലയുടെയും പരേതനായ അക്കരക്കാരൻ നാരായണന്റെയും മകൻ സുനിൽ കൂടച്ചീരെ അർബുദരോഗം ബാധിച്ച് കഴിഞ്ഞ 3 മാസക്കാലമായി ചികിത്സയിലാണ്. ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഓട്ടോ ഡ്രൈവറായിരുന്ന സുനിലിന്റെ കുടുംബം. നിർധന കുടുംബാംഗമായ സുനിലിനെ സഹായിക്കുന്നതിനായി K ഹരികൃഷ്ണൻ കൺവീനറായും, M ശശീന്ദ്രൻ ചെയർമാനായും, M സത്യൻ ട്രഷററായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. ചികിത്സാ സഹായ ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകാൻ താൽപ്പര്യമുള്ളവർ കേരള ഗ്രാമീൺ ബാങ്ക് കുഞ്ഞിമംഗലം ബ്രാഞ്ചിലെ 404941056149 IFSC കോഡ് KLGB 0040494 നമ്പർ അക്കൗണ്ടിലോ മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് കുഞ്ഞിമംഗലം ബ്രാഞ്ചിലെ 13954 നമ്പർ അക്കൗണ്ടിലോ കൺവീനർ സുനിൽ കൂടച്ചീരെ ചികിത്സാ സഹായ കമ്മിറ്റി കണ്ടംകുളങ്ങര കുഞ്ഞിമംഗലം PO കണ്ണൂർ ജില്ല പിൻകോഡ് 670309 എന്ന വിലാസത്തിലോ സഹായങ്ങൾ നൽകാം. മാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങൾക്കെതിരെ CPIM നാടിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പോസ്റ്റർ പ്രദർശനവും ഉണ്ടായിരുന്നു. കൊടക്കാട് വലിയപ്പൊയിൽ ചന്തു കളരി സംഘം പരിസരത്ത് പ്രതിഷേധ യോഗം നടത്തി. മാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് CPIM നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചത്. കൊടക്കാട് വലിയപൂരിലെ ചന്തു കളരി സംഘം അങ്കണത്തിൽ നടന്ന പ്രതിഷേധ യോഗം കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനകത്തുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ നമ്മുടെ സർക്കാരിനെതിരായിട്ട് വലിയ തോതിലുള്ള നുണപ്രചരണങ്ങളാണ് അഴിച്ചുകൊണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ച നുണകൾ ആവർത്തിച്ച് ജനങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏഷ്യാനെറ്റ് ആയാലും അതുപോലെ തന്നെ മാതൃഭൂമി ചാനലായാലും മറ്റ് ചാനലുകളായാലും അന്ത്യ ചർച്ചകളെല്ലാം പ്രത്യേകിച്ച് വിഷയം അവർ കൈകാര്യം ചെയ്യും. ആ വിഷയം അവർ തന്നെ തയ്യാറാക്കും. ആ വിഷയം അവർ തന്നെ അവതരിപ്പിക്കും. അവർ തന്നെ കുറേയേറെ ആളുകളായാലും പങ്കെടുപ്പിക്കാൻ വേണ്ടി തയ്യാറാവും. അതിൽ ഒരാളായിട്ട് നമ്മളെ സഹാക്കളെയും പങ്കെടുപ്പിക്കും. ആ നിലയിൽ മാധ്യമ വേട്ട നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ജോണി അധ്യക്ഷനായി. PV ചന്ദ്രൻ, കുഞ്ഞികൃഷ്ണൻ, പ്രകാശൻ, PV ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പോസ്റ്റർ പ്രദർശനവും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നാട്ടുകാരുടെ അനുഭവക്കുറിപ്പുകളുമായി വടശ്ശേരി EMS വായനശാല ഗ്രന്ഥാലയം. പുസ്തകത്തിന്റെ പ്രകാശനം C. കൃഷ്ണൻ MLA നിർവഹിച്ചു.
ചരിത്രത്തിന്റെ താളുകളിൽ പുതിയൊരു പരീക്ഷണവുമായി വടശ്ശേരി EMS വായനശാല ആൻഡ് ഗ്രന്ഥാലയം. വായനശാല പരിധിയിൽ വരുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളുടെ അനുഭവക്കുറിപ്പുകളാണ് ധ്വനി എന്ന പുസ്തകം. EMS നഗർ വടശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് C. കൃഷ്ണൻ MLA പുസ്തകം പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശിവകുമാറിന് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് A. വിനോദ് മാസ്റ്റർ അധ്യക്ഷനായി. TP നാരായണൻ മാസ്റ്റർ, കാഞ്ചന PV, UV ശശീന്ദ്രൻ, T. ദിവാകരൻ മാസ്റ്റർ, സുരേഷ് ബാബു, K. പങ്കജാക്ഷൻ, K. രമേശൻ, രാഹുൽ P. തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കല്യാശ്ശേരി ബ്ലോക്ക് ഗ്രാമവികസന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ പ്രൊഫസർ K. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റിയ പ്രദീപ്, റിച്ച പ്രദീപ് എന്നിവർക്കുള്ള ഉപഹാര വിതരണവും നടന്നു. സമിതി പ്രസിഡന്റ് P. ബാലറാമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യം ഇന്ദിരാഗാന്ധിയെ അനുസ്മരിച്ച് സംസാരിച്ചു. തുടർന്ന് സത്യസന്ധതയ്ക്ക് മാതൃക കാണിച്ച കണ്ണപുരം തൃക്കോത്തെ ബീന ഷൈജു, കോവിഡ് കാലത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഷമീർ മടക്കര എന്നിവരെയും ആദരിച്ചു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി രഘുരാമൻ കീഴറ മുഖ്യപ്രഭാഷണം നടത്തി. ഷമീർ മടക്കര, ബ്ലാത്തൂർ ചന്ദ്രൻ, വിജയൻ പുഞ്ചവയൽ, T. നാരായണൻ, നികേഷ് താവം, ബാബു P. നായർ, സതീഷ് കാടങ്കോട്ട് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പേരുകൾ പെരുമാറ്റങ്ങൾ എന്ന EP രാജഗോപാലിന്റെ ഗ്രന്ഥം പ്രകാശനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരനായ അംബികാസുധൻ മാങ്ങാട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ജനിച്ചു വളർന്ന ദേശത്തിന്റെ ഓരോ ഉൾത്തുടുപ്പുകളിലും ഗൃഹാതുരത്വത്തിന്റെ അസാധാരണ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന പുസ്തകം പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് പ്രകാശനം ചെയ്തു. ചന്ദേര നവോദയ വായനശാല ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രന്ഥാലയം സെക്രട്ടറി KT ശിവദാസൻ പുസ്തകം ഏറ്റുവാങ്ങി. നിറഞ്ഞു നിൽക്കുന്ന ലേഖനങ്ങളാലും സമ്പന്നമായ ആത്മകഥാംശവും പുസ്തകത്തെ മികവുറ്റതാക്കുന്നുവെന്ന് അംബികാസുധൻ മാങ്ങാട് പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടു. PV രമേശൻ അധ്യക്ഷത വഹിച്ചു. കവി CM വിനയചന്ദ്രൻ പുസ്തക പരിചയം നടത്തി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ, ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P. വേണുഗോപാലൻ, P. രാകേഷ്, ഗ്രന്ഥകാരൻ EP രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കള്ളക്കാംതോട് സാംസ്കാരിക നിലയം ശിലാസ്ഥാപനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. മോഹനൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ, TV പ്രശാന്തൻ, KV ബൈജു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. UDF പാണപ്പുഴ വാർഡ് കമ്മിറ്റി നവംബർ 1 വഞ്ചനാ ദിനമായി ആചരിക്കുകയും സത്യാഗ്രഹ സമരവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു. നസീമുമൊക്കെയാണ് PSCയുടെ നടത്തിപ്പുകാർ. PSCയുടെ ഉത്തരക്കടലാസ് ഇവരുടെയൊക്കെ കയ്യിലാണ്ടായത്. PSCയെ നിയന്ത്രിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ശിവരഞ്ജിത്തും നസീമും 1, 3, 27 റാങ്കിലും വന്ന കാഴ്ച കണ്ടു. അങ്ങനെ PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് 1,17,000 ആളുകളാണ് തൊഴിലില്ല പിൻവാതിൽ നിയമനം നേടി കരസ്ഥമാക്കുന്നത്. നൂറുകണക്കിന് PSC റാങ്ക് ലിസ്റ്റുകളാണ് അനാഥമാക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി KT ജലീലും രാജിവെക്കുക, വാളയാർ ഹത്രാസ് പെൺകുട്ടികളുടെ കുടുംബത്തിന് നീതി ഉറപ്പുവരുത്തുക, പാർലമെന്റ് പാസാക്കിയ കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കുക, പിൻവാതിൽ അനധികൃത കരാർ നിയമനങ്ങൾ റദ്ദാക്കി PSC നിയമനങ്ങൾ നടത്തുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരവും ഫണ്ടും വെട്ടിക്കുറച്ച സർക്കാർ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണപ്പുഴ രാജീവ് ഗാന്ധി സ്മാരക മന്ദിരത്തിൽ വെച്ച് സത്യഗ്രഹ സമരം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ സത്യഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. PP ദീപു അധ്യക്ഷത വഹിച്ചു. VP ഗോവിന്ദൻ, KP ലക്ഷ്മണൻ, PV നാരായണൻ, M ശ്രീധരൻ, അഖിലേഷ് K, VV രാമൻ തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കോൾ സർവീസ് സഹകരണ ബാങ്കിന്റെ കാങ്കോൾ കുത്തരി വിപണിയിലെത്തി. C. കൃഷ്ണൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. തരിശിടം ഒഴിവാക്കാനാണ് ഇത്തരത്തിലൊരു സംരംഭത്തിന് ബാങ്ക് നേതൃത്വം നൽകുന്നത്. കുണ്ടയംകോവൽ വായനശാലയിൽ വെച്ച് നടന്ന ചടങ്ങ് C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് തന്നെ കുറച്ച് സ്ഥലത്ത് ഇത്തവണ കൃഷി നടത്തിയിട്ടുണ്ട്. കുറേ കൃഷിക്കാരിൽ നിന്ന് നെല്ല് സംഭരിക്കുകയും ചെയ്തിരിക്കുകയെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ
ഭക്ഷ്യകാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടില്ല. കമ്മി സംസ്ഥാനമാണ്. അരിയായാലും മറ്റു ഭക്ഷ്യവസ്തുക്കളായാലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് സംഭരിക്കേണ്ടതായിട്ട് വരുന്നു. മികച്ച ജൈവ കർഷകൻ ആലക്കാട്ട് MP കുഞ്ഞികൃഷ്ണൻ കാങ്കോൽ കുത്തരി ഏറ്റുവാങ്ങി. ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ A+ വിജയം നേടിയവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിദിൻ PP അധ്യക്ഷത വഹിച്ചു. KP കണ്ണൻ, KP രതി, KV സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 5 മാസം തുടർച്ചയായി അംഗങ്ങൾക്ക് ഭക്ഷ്യദാന കിറ്റുകൾ വിതരണം ചെയ്യാൻ പരിയാരം പ്രസ് ക്ലബ് യോഗം തീരുമാനിച്ചു. കേരള പിറവി ദിനത്തിൽ നടന്ന കിറ്റ് വിതരണം പരിയാരം SI P വിജേഷ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാഘവൻ കടന്നപ്പള്ളി ആദ്യ കിറ്റ് ഏറ്റുവാങ്ങി. പ്രസിഡന്റ് TV പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ശങ്കരൻ കൈതപ്രം, OK നാരായണൻ നമ്പൂതിരി, MV വേണുഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. ട്രഷറർ അനിൽ പുതിയ വീട്ടിൽ സ്വാഗതവും സെക്രട്ടറി പ്രണവ് പെരുവാമ്പ നന്ദിയും പറഞ്ഞു. 12 അംഗങ്ങൾ കിറ്റ് ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴത്ത് വീട്ടുകിണർ താഴ്ന്നുപോയി. ചെറുതാഴം കൊവ്വലിലെ കൂലോത്തുവളപ്പിൽ യശോദയുടെ വീട്ടിലെ കിണറാണ് താഴ്ന്നത്. ചെറുതാഴം കോവലിലെ കൂലോത്തുവളപ്പിൽ യശോദയുടെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന കിണറാണ് താഴ്ന്നുപോയത്. കിണർ താഴ്ന്നതിനാൽ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. BKMU പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി ക്ഷേമനിധിയെ സംരക്ഷിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രായപരിധി ഒഴിവാക്കുക, 200 ദിവസം തൊഴിൽ നൽകുക, 600 രൂപ കൂലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BKMU പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. KV ബാലൻ അധ്യക്ഷത വഹിച്ചു. M രാമകൃഷ്ണൻ, NB ഭാസ്കരൻ, KV പത്മനാഭൻ, MV വേണു, P ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. UDF സംസ്ഥാന വ്യാപകമായി വഞ്ചന ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സൂപ്രണ്ടിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. K ജയരാജ് അധ്യക്ഷത വഹിച്ചു. AP നാരായണൻ, SA ഷുക്കൂർ ഹാജി, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, B സജിത് ലാൽ, VKP ഇസ്മയിൽ, സുഭാഷ് VP, ലത്തീഫ് കോച്ചൻ, പ്രശാന്ത് കോറോം എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള പിറവി ദിനത്തിൽ UDF നടത്തിയ വഞ്ചനാ ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ തോമസ് നാഗനോലിൽ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും മാഫിയ സംഘങ്ങളുടെയും കേന്ദ്രമായി എന്നാരോപിച്ച് കേരളപ്പിറവി ദിനത്തിൽ UDF നടത്തിയ വഞ്ചനാ ദിനത്തിന്റെ ഭാഗമായി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തോമസ് നാഗനോലിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. രജീഷ് പാലങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. സിബിൻ ജോസഫ്, സലീം തേക്കാട്ടിൽ, അഡ്വക്കേറ്റ് അനിൽ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ നഗരസഭ വയോജനങ്ങൾക്ക് കട്ടിലുകൾ നൽകി. നഗരസഭയുടെ പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കൂവൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വയോജനങ്ങൾക്കായി 88 കട്ടിലുകളാണ് നൽകുന്നത്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PV കുഞ്ഞപ്പൻ, M സഞ്ജീവൻ, ഇന്ദുലേഖ പുത്തലത്ത്, PP ലീല, E ഭാസ്കരൻ, PP ദാമോദരൻ, MK ഷമീമ, PV ദാസൻ, KV ബാലൻ, നഗരസഭാ സെക്രട്ടറി KR അജി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അതുലിന്റെ അച്ഛൻ VV ഗോവിന്ദന്റെ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 272 റാങ്ക് നേടിയ പെരളത്തെ അതുലിനെ അനുമോദിച്ചു. AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1983 SSLC ബാച്ച് ഓട്ടോഗ്രാഫിന്റെ നേതൃത്വത്തിലാണ് അതുലിനെ അനുമോദിച്ചത്. അതുലിന്റെ അച്ഛൻ VV ഗോവിന്ദന്റെ സഹപാഠികളാണ് വീട്ടിലെത്തി അനുമോദിച്ചത്. ഭാവി പഠനത്തിനുള്ള സഹായമായി 1 ലക്ഷം രൂപയും കൈമാറി. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടന്ന ചടങ്ങിൽ ഓട്ടോഗ്രാഫ് പ്രസിഡന്റ് KV അശോകൻ, സെക്രട്ടറി K അനിൽകുമാർ എന്നിവർ ഉപഹാരം കൈമാറി. VV പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. AV ഗിരീശൻ, PC ജയസൂര്യൻ, K സുകുമാരൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം LP സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്രീ K വിജയൻ മാസ്റ്റർക്ക് നാഷണൽ ബിൽഡർ അവാർഡ് നൽകി. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ
റൊട്ടേറിയൻ പി സജീവ് പൊന്നാടയണിയിച്ചു. ചടങ്ങിൽ വെച്ച് ക്ലബിന്റെ ടാലന്റ് അവാർഡിന് അർഹയായ അജിത രാകേഷിനെ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഗംഗാധരൻ അള്ളക്കോട് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ സഹദേവൻ, PTA പ്രസിഡന്റ് P പവിത്രൻ, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി VP ദാമോദരൻ, സ്റ്റാഫ് സെക്രട്ടറി K മാലതി, റോട്ടറി ഡിസ്ട്രിക്ട് ചെയർ EP ശശിധരൻ, T സുരേഷ്, SV വിനയകുമാർ, E പ്രേമാനന്ദ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഏച്ചിലാംവയൽ കർഷക കൂട്ടായ്മ നടത്തിയ നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. K രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ജൈവ കൃഷിയിലേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് നല്ല നിലയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ എല്ലാം ഒരു ഭക്ഷ്യ സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായി ഇതുപോലുള്ള വാഴകളും അതുപോലെ പച്ചക്കറികളും നെല്ലും ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നിലയിൽ ശ്രമം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നുണ്ട്. കണ്ടോത്ത്, പയ്യഞ്ചാൽ എന്നിവിടങ്ങളിലുള്ള M രാജീവൻ, ജിതേശൻ M, അശോകൻ T, ജയേഷ് P, സജിത് TN എന്നിവരുടെ നേതൃത്വത്തിലാണ് ഏച്ചിലാംവയലിൽ തികച്ചും ജൈവ രീതിയിൽ നേന്ത്രവാഴ കൃഷി നടത്തിയത്. ആദ്യ വിളവ് കുണ്ടത്തിൽ ദാമോദരൻ ഏറ്റുവാങ്ങി. PP ശശിധരൻ മാസ്റ്റർ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. കേരള സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് പച്ചക്കറി, കപ്പ തുടങ്ങിയവയും ഇവർ കൃഷി ചെയ്തിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ജൈവ കരനെൽ കൃഷി വിളവെടുപ്പ് നടത്തി. പേരൂരിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നിരവധി കരനെൽ കൃഷി ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ആവേശത്തോടു കൂടി വന്ന ആ ഒരു കൂട്ടായ്മക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിളവെടുപ്പ് അവർക്ക് ലഭിച്ചില്ലെങ്കിലും ആവേശത്തോടു കൂടി വന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ മാതമംഗലം കൂട്ടായ്മ മഴക്കാലത്ത് വെള്ളരി, വഴുതിന, വെണ്ട എന്നിവ കൃഷി ചെയ്ത് കിട്ടിയ വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകിയിരുന്നു. ജൈവ കൃഷിയിൽ നിന്നും കൂട്ടായ്മയിലെ മെമ്പർമാർ നൽകുന്ന സംഖ്യയുമാണ് കൂട്ടായ്മയുടെ വരുമാനം. ഇപ്പോൾ കൂട്ടായ്മയുടെ പ്രവർത്തനം കണ്ട് പലരും സഹായങ്ങൾ നൽകുന്നുണ്ട്. കരുനെൽ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ ഹരിത രമേശൻ സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ജിഷ അധ്യക്ഷത വഹിച്ചു. M ചന്ദ്രിക, KV മനീഷ്, P സുനോജ്, CV അഭിലാഷ്, വിജേഷ് മണത്തണ, അനീഷ് മാതമംഗലം, TV സരിൻ, അനീഷ് പേരൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. FM റേഡിയോ സംസ്കാര പഠനത്തിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ മാടായി കോളേജ് മലയാള വിഭാഗം പ്രൊഫസർ KV ജൈനി ടീച്ചറെ പയ്യന്നൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് സേവാദൾ കമ്മിറ്റി ഉപഹാരം നൽകി അനുമോദിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കക്കറ പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാദൾ ജില്ലാ സെക്രട്ടറി NV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. സേവാദൾ സംസ്ഥാന സെക്രട്ടറി C പൂമണി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി അക്ഷയ് കരിപ്പാൽ, ചന്ദ്രൻ കുറുമാത്തൂർ, രാജീവൻ പൊന്നമ്പാറ, പുല്ലായിക്കോടി ചന്ദ്രൻ, EV ശശിധരൻ കക്കറ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാധ്യമ നുണപ്രചരണത്തിനെതിരെ CPIM-ന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ജനകീയ കൂട്ടായ്മയും പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് നവീകരിച്ച പയ്യന്നൂർ പെരുമ്പയിലെ പ്രവേശന കവാടം തുറന്നു. C കൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടെന്നാരോപിച്ച് UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധ സത്യാഗ്രഹം. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 3 പ്രതിഷേധ സമരം നടത്തുന്നു. പേരുകൾ പെരുമാറ്റങ്ങൾ എന്ന EP രാജഗോപാലന്റെ ഗ്രന്ഥം പ്രകാശനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരനായ അംബികാസുധൻ മാങ്ങാട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.